ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇരുവരെയും കൊല്ലം പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ ആദ്യം ചേരുന്നുണ്ട്. കണ്ണൻ നായരും പ്രശാന്ത് കൃഷ്ണയും ചേരുന്നുണ്ട്. കണ്ണൻ, മണിക്കൂറുകളായിട്ടുള്ള ചോദ്യം ചെയ്യൽ, ഇനി നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെ വകുപ്പുകളൊക്കെ ചുമത്താനുള്ള സാധ്യതയുണ്ട്? ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? 2025 പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രതീക്ഷ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു നീക്കമാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ PS പ്രശാന്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ ചോദ്യമായ വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. 2025 സ്വർണ്ണപ്പാളിയിൽ സ്വർണ്ണം പൂശിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇപ്പോൾ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മണിക്കൂറുകളായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അഡ്വക്കേറ്റ് അജികുമാറും അവിടേക്ക് അദ്ദേഹത്തെ കസ്റ്റഡി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇരുവരുടെയും അറസ്റ്റ്, പ്രശാന്തിൻ്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തി, അജികുമാറിൻ്റെ അറസ്റ്റ് അല്പസമയത്തിനുള്ളിൽ രേഖപ്പെടുത്തും. 4 മണിയോടുകൂടി വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് 5 മണിക്ക് മുമ്പ് തന്നെ വിജിലൻസ് കോടതിയിൽ എത്തിക്കാനാണ് തീരുമാനം. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2025 ചിങ്ങമാസ പൂജകൾക്ക് ശേഷമാണ് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോയത്. ആ കൊണ്ടുപോകുന്ന കാര്യം ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നില്ല. രഹസ്യമായിട്ടായിരുന്നു അത് കൊണ്ടുപോയത്. അതൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ കണ്ടെത്തൽ. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ചിന് ഈ റിപ്പോർട്ട് കൈമാറുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അങ്ങനെ 2019 സ്വർണ്ണം പൂശിയ പാളികൾ എങ്ങനെ മങ്ങി എന്നുള്ള ചോദ്യം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള N വാസു, A പത്മകുമാർ അടക്കമുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു. തന്ത്രി കണ്ഠരര് രാജീവൻ അടക്കമുള്ളവർ അറസ്റ്റിലാവുന്നു. അത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, മരിച്ച പരതരായിട്ടുള്ള മുരാരി ബാബു അടക്കമുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എന്നിട്ടും PS പ്രശാന്തിനെതിരെയും അതുപോലെ തന്നെ അജികുമാറിനെതിരെയുമുള്ള നടപടി ഉണ്ടായിരുന്നില്ല. അതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമായിട്ടുള്ള വിമർശനം. ആ വിമർശനങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നു. മാത്രമല്ല SITയുടെ കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു നീക്കമാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. ഇനി ഇതിൽ ആ സമയത്ത് ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി നടത്താനും വീണ്ടും സ്വർണ്ണം പൂശാനും വേണ്ടിയുള്ള തീരുമാനമെടുത്തത് 2024 ഒക്ടോബർ മാസത്തിലെ ഈ ബോർഡ് യോഗത്തിലാണ്. അത് പ്രാഥമിക ചർച്ചകൾ നടന്ന ആ ബോർഡ് യോഗത്തിലാണ്. ആ ബോർഡ് യോഗത്തിലുണ്ടായിരുന്ന മെമ്പർ സുന്ദരേശൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇതുവരെ കസ്റ്റഡി എടുക്കുമോ മറ്റു കാര്യങ്ങളിലൊക്കെ പോയില്ല. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കസ്റ്റഡി എടുക്കുമോ അന്ന് ഈ ചുമതലയുണ്ടായിരുന്ന 2025 24 തന്നെ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുണ്ടായിരുന്ന ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് ഈ നോക്കിക്കാണേണ്ടത്. നിലവിൽ എന്തായാലും ഇരുവരെയും ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. മുൻകാലങ്ങളിലെ ഒരു അനുഭവം വെച്ച് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ 4 മണിയോടുകൂടി ഇരുവരെയും പുറത്തേക്ക് ഇറക്കും. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. അതിനുശേഷം നേരെ കൊല്ലം മതിലിൽ പ്രവർത്തിക്കുന്ന വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.